എന്താ യാമിനി, അവിടെ എന്ത് ബുദ്ധിമുട്ട് വരാനാ? അതുമല്ല, ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. എപ്പോ വേണമെങ്കിലും വരാലോ. ഞാൻ കൃത്യമായി ആലോചിച്ച് തന്നെ പറഞ്ഞതാ. അവിടെ കാര്യങ്ങൾ ശരിയാകുന്നില്ലെന്ന് തോന്നിയാ അടുത്ത നിമിഷം ഇങ്ങോട്ട് വരണം. അമ്മയുടെ വിഷമം എനിക്കറിയാം. അമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട. എനിക്കവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ കല്യാണം നടന്നിട്ട് വേണ്ടേ നീ ആ വീട്ടിലേക്ക് പോവാൻ? നീ പോകുന്നതേ കിരണിന്റെ വീട്ടിലേക്ക്. എല്ലാവരും ഇറങ്ങിക്കോ, അങ്ങോട്ട് പോവാം. അങ്ങോട്ടേക്ക്. സൂപ്പർ. ബാലു, വെൽക്കം. താങ്ക് യു. പരിപാടിയാ ബോർ. എനിക്കൊന്നും വയ്യ സാറ്. അമ്മ, മഞ്ഞച്ചരടിലാണ് താലി എണീക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോ അപർണേച്ചിക്ക് വിഷമാവോ? എനക്കൊന്നും അറിയില്ല മോളെ. താലിയല്ലാതെ ഒരു തരി പൊന്നു പോലും ഇല്ല. ഒരു വളയിട്ട് കൊടുക്കാൻ പോലും. ഞാൻ സ്റ്റേഷനിലൊന്ന് വിളിച്ച് അന്വേഷിക്കാം, എന്തേലും ഡെവലപ്മെന്റ് ഉണ്ടോ. ചെല്ല് മോളെ, നീ ഇവിടെ ഇരിക്കും. ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. സുധ, ഇങ്ങ് വാ. എന്താ? ഒന്നിങ്ങ് വന്നേ. ഞാനിപ്പ വരാട്ടോ മോനെ. എവിടെ? ശ്യാമളിച്ച് വിളിക്കുന്നുണ്ട്. എന്താ? വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് വന്നേ, പെട്ടെന്ന് പോവാം. വാ.
ഇത് നിന്റെ ചേച്ചി തരുന്നെന്ന് വിചാരിച്ചാ മതി. നീ ഇത് വാങ്ങണം, വാങ്ങി പറ്റും. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ വള വാങ്ങണ സുധേ. ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന ഒരു ചേച്ചി എനിക്കുണ്ടെന്ന് അറിയുന്നത് തന്നെ എന്ത് സന്തോഷമാണെന്ന് അറിയൂ ശ്യാമളേച്ചി. ഈ വള ശ്യാമളേച്ചി എന്നെ വെച്ചു. ഇല്ല, നീ ഇത് വാങ്ങണം. രാവിലെ തന്നെ തരണമെന്ന് കരുതിയതാ. പക്ഷേ കീർത്തനയുടെ അച്ഛൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപർണയുടെ വീട്ടുകാർക്ക് മുന്നിൽ നീയും ബാലുവും നാണം കെടാൻ പാടില്ല. എന്റെ നാണക്കേട് മാറാൻ ഞാനിതിപ്പോ വാങ്ങിയ പിള്ളേച്ചൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. വേണ്ട ശ്യാമളേച്ചി, ഇത് തന്നെ നല്ല അവസരം. അപ്പോ ഞാൻ തരുന്ന ഈ വള നീ വാങ്ങില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ശ്യാമളേച്ചി, ഈ സ്നേഹം എന്റെ കണ്ണും മനസ്സും നിറയ്ക്കുക. ഇതുകൊണ്ടൊന്നും ആവൂല. താലിമാലയ്ക്ക് താലിമാല തന്നെ വേണം. അതില്ലാത്തോണ്ട് ചടങ്ങ് കഴിഞ്ഞാലും വെറും മഞ്ഞച്ചരടില് താലി ഇടേണ്ടി വരും. ആടെ ആഭരണമോളുടെ അച്ചമ്മയ്ക്ക് താലി സ്വർണമാലയെ തന്നെ കോർത്തിടണമെന്ന് നിർബന്ധം പറഞ്ഞു. പക്ഷെ ഒന്നും നടക്കൂലല്ലോ. വിവരങ്ങൾ അപർണമോളുടെ വീട്ടില് സാവകാശം അറിയിക്കാന്ന് ബാലു പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാ ഞാനിപ്പോ നിൽക്കുന്നത്. ഇനി എപ്പോഴാ സാവകാശം? മുഹൂർത്തം അടുത്തില്ലേ? എന്തായാലും ബാലുവിന്റെ കല്യാണം നടക്കണം. അതിപ്പോ അപർണ എന്റെ വീട്ടുകാരുടെ കാലി പിടിച്ചിട്ടായാലും ഞാൻ നടത്തും. ശ്യാമളേച്ചി, ശ്യാമളേച്ചി വന്നേ. ഞാനേ ഇപ്പൊ തന്നെ എല്ലാരെയും അറിയിക്കാൻ പോവാ. ഇങ്ങനെ ഒരു ഗതികെട്ട കല്യാണം എന്റെ കുഞ്ഞിന് വേണ്ട. അമ്മായി, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട. മഞ്ഞച്ചരടിൽ കോർത്ത വെറും താലിയെ എന്റെ കൊച്ചുമോളുടെ കഴുത്തിലിടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കരുത്. പക്ഷേ അതിപ്പോഴല്ല. പിന്നെ പഠിച്ച കള്ളന്മാരവര്. മുഹൂർത്ത സമയത്ത് മഞ്ഞച്ചരടിൽ താലി കെട്ടാൻ പോകുമ്പോ നാണക്കേടോർത്ത് നമ്മൾ അതിനെ എതിർക്കില്ല എന്ന് കരുതിയിരിക്കുക അവർ. ആ സമയത്ത് അച്ഛമ്മ താലി കെട്ട് എതിർക്കണം. ഇപ്പൊ ചാടിക്കലൊന്നും ചെയ്യല്ലേ. അപർണമോളെ ഞാൻ ആ വീട്ടിലേക്ക് അയക്കേയില്ല. ഈ കല്യാണം നടക്കേയില്ല. സർ, ഇവിടെ എവിടെയാണ് അവന്റെ വീട്? താനൊന്ന് പോയി അന്വേഷിക്കും. ശരി സർ. ഹലോ സാർ, ഞാൻ സാഗർ. ആവരണ മോഷണം പോയിട്ട് പ്രതികളുടെ രേഖാചിത്രം വരച്ച ആ അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ പുറകിൽ തന്നെ ഉണ്ട്. സർ, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. സാറിന് അറിയാമല്ലോ, ഞാൻ കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അമ്മയൊക്കെ ആകെ തകർന്നിരിക്കുക. കേസിന്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സാഗറെ. നീ സമാധാനമായിട്ടിരിക്കുക. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഉടൻ നിന്നെ അറിയിക്കും. ഓക്കെ സാർ, താങ്ക് യു. അയ്യോ, സോറി അങ്കിൾ. അങ്കിൾ അപർണേച്ചിയുടെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? അങ്കിൾ വരൂ, എന്റെ ചേട്ടനാ കല്യാണ പയ്യൻ. വാ അങ്കിൾ, വരൂ. അമ്മ, ശ്യാമള ആന്റി എന്തിനാ വിളിച്ചത്? ഇന്ന് വൈകുന്നേരം പാർട്ടി ഉണ്ടല്ലോ, അതിന്റെ കാര്യം പറയാന്. അങ്കിൾ ഇവിടെ ഇരിക്കാം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാവേ.
മുഹൂർത്തം ആവാറായില്ലേ അമ്മേ? എത്ര നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? കുഴപ്പമൊന്നുമില്ല. ഞാനേ എന്റെ 1-2 കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ശരി. സത്യം പറഞ്ഞ എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അഭിമാനം തോന്നുകയാണ്. ഇങ്ങനൊരു കാര്യം ഇത്രയും നന്നായിട്ട് ലോകത്ത് മറ്റാരും നടത്തിയെടുത്തിട്ടുണ്ടാവില്ല. ദേ ആംഗിളെ, ഇനിയിപ്പോ കുറച്ച് സമയമുള്ളൂ മുഹൂർത്തത്തിന്. ഒക്കെ വിചാരിച്ച രീതിയിൽ നടക്കുമല്ലോ അല്ലേ? അങ്ങനെ നടന്നില്ലെങ്കിൽ ഞാൻ ഈ കതിര് മണ്ഡപത്തില് എന്റെ ജീവനം കൊടുക്കും. അതുപോലെ അപ്പോ കാര്യങ്ങൾ എങ്ങനെയാന്ന് പറ, ഞാനും ഒക്കെ അറിഞ്ഞിരിക്കണമല്ലോ. അത് പറയാനല്ലേ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. കിരണേ, ഈ കളിയില് നമ്മളൊക്കെ കാഴ്ചക്കാരാ. കളിക്കാൻ പോകുന്നത് അത്രയും ആ തള്ളയുണ്ടല്ലോ, സരോജിനി അമ്മ, അവര് ആ സ്വർണം അടിച്ചു മാറ്റിയ കാര്യം ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നില്ലേ? ആ സുധാമണിയുടെ കയ്യില് ആ താലിപ്പൊന്നല്ലാതെ വേറെ ഒന്നുമില്ലെന്നുള്ള കാര്യം സരോജിനിയമ്മ അറിഞ്ഞു കഴിഞ്ഞു. ചരടിൽ ആ താലി കെട്ടാൻ പോകുന്നെന്നറിയുമ്പോ അവര് ബഹളം തുടങ്ങും. ആ ബഹളം ഒരു വലിയ അലമ്പിലേക്ക് എത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ കല്യാണ മുടക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ആ സമയത്ത് അഭിമാനം രക്ഷിക്കാനായി നിന്നെ കൊണ്ട് അപർണയെ താലി കെട്ടിക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ മുന്നോട്ട് വയ്ക്കും. അവിടെയാണ് നീ നിന്റെ അഭിനയം തുടങ്ങേണ്ടത്. കൊള്ളാം, ഞാൻ എന്റെ റോള് ഗംഭീരമാക്കും. അവളെ കെട്ടിക്കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ അവളെയും കൊണ്ട് സിംഗപ്പൂരിലേക്ക് പറഞ്ഞു. തിരിച്ചു വരുന്നത് 2 മാസം കഴിഞ്ഞു. 2-3 മാസം കഴിഞ്ഞ് വന്നാ മതി. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നോട് വാക്ക് പറഞ്ഞ കാശ് തന്നിരിക്കണം. എല്ലാം ഏറ്റു എന്റെ അങ്കിളെ. ഇനി മുതല് നമ്മൾ ഒന്നാ. മുഹൂർത്തത്തിന് സമയമായി. ചെറുക്കനെ മണ്ഡപത്തിൽ കയറ്റിയിരുന്നു. എന്താടാ സാറേ? അവരന്വേഷിക്കുന്നുണ്ട്. ബാലു, സുധാമണി എവിടെ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ കൂട്ടുകാരികൾ ആരൊക്കെ വന്നു എന്ന് പറഞ്ഞു. അവരെ കാണാൻ പോയതാ. നീ കൂടുതൽ വെള്ളത്തിലെടുത്താണല്ലോ. ഈ സാരി മാത്രമല്ല, നീ കൊണ്ടുപോയി വിൽക്കൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റർ എന്നല്ല, നിന്റെ തന്തയ്ക്ക് പോലും നിന്റെ കാര്യത്തിൽ അധികാരമില്ല. മനസ്സിലായോ?
സുധേ, ജീവിക്കാൻ സമ്മതിക്കൂല അല്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്ന്. നിന്നോട് ചെയ്ത തെറ്റുകൾ എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് ചോദിക്കാനാ സുധാമണി ഞാൻ ഇവിടെ വന്നത്. ഒരു മാപ്പ് കൊണ്ട് തീരുവോ എന്റെ മനസ്സിലെ മുറിവുകൾ, ഞാൻ അനുഭവിച്ച വേദനകൾ? എന്റെ ജീവിതം നരകമാക്കി മാറ്റിയിട്ട് അവസാനം ഒരു മാപ്പ്? കൊള്ളാം. നീ എത്രയൊക്കെ എന്നെ ശപിച്ചാലും അത് അധികമാവില്ല. അത്രയ്ക്ക് ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ സുധാമണി, അനുഭവങ്ങൾ എന്നെ ഒരു പുതിയ മനുഷ്യനാക്കിയിരിക്കുന്നു. ഇനിയുള്ള കാലം നിനക്കും മക്കൾക്കും ഒപ്പം ഒരു നല്ല ജീവിതം വേണം. സമാധാനമുള്ള ഒരു ജീവിതം. അതിന് നീ എന്നെ അനുവദിക്കണം. വരന്റെ മാതാവ് ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ഇതെന്തൊരു കഷ്ടോ മഹേഷ്. എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോവാ. കൂൾ ഡൗൺ യാമിനി, കൂൾ ഡൗൺ. ലെറ്റ് മീ ചെക്ക്. സുധാമണി വന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടോ? സാഗർ ഒന്ന് പോയി നോക്കിയിട്ട് വരും. സാറേ ഒന്ന് പോയി നോക്കടാ. ആ ചേട്ടാ. ഛേ, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. സമയമായി. എന്തായാലും മോൻ മണ്ഡപത്തിൽ കയറിയിരിക്കും. ഇനി വൈകിയ മുഹൂർത്തം തെറ്റും. ബാലു, എന്റെ സമാധാനവും സന്തോഷവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയി തരണം. ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞല്ലേ, എന്നിട്ടും വന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരല്പം പോലും മാറിയിട്ടില്ലെന്ന. ദയവ് കാണിക്കാൻ അറിയാത്ത ആ പഴയ ആള് തന്നെയാ നിങ്ങളിപ്പോൾ. സുധേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മോന്റെ വിവാഹം ഒന്ന് കാണാൻ വേണ്ടി. നിങ്ങളെ മോനാ? അതെന്റെ മോനാ. ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ എന്റെ മോൻ. മോന്റെ മേൽ അവകാശവും പറഞ്ഞിട്ട് നിങ്ങൾ വരണ്ട. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മരിച്ച ആളിന്റെ മുമ്പിൽ നിൽക്കും പോലെ തന്നെയാ ഞാനും ഇവിടെ നിൽക്കുന്നത്. എത്രയോ കാലം ഞാൻ മരിച്ചു ജീവിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ വിധിയോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഇനി എന്നെ തോപ്പിക്കാൻ ശ്രമിക്കരുത്.